കിഴക്കമ്പലത്തെ അത്ഭുത ശിശു 2020 കുറിച്ച് T21 ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. സത്യത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് സമ്പൂർണ്ണ സാക്ഷരതയെന്ന് നമ്മളെല്ലാം അത്ഭുതം കൊള്ളുന്ന കേരളത്തിന്റെ മണ്ണിൽ ഇങ്ങനൊരു അരാഷ്ട്രീയ പ്രതിഭാസം എങ്ങനെ ഉണ്ടായി, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു പഞ്ചായത്തിൽ നിന്നും 4 പഞ്ചായത്തിലേക്ക് തങ്ങളുടെ ആധിപത്യം വ്യാപിപ്പിക്കാൻ 2020 കഴിഞ്ഞുവെങ്കിൽ അത്യന്തം ഗൗരവമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാശ് കൊടുത്ത് വോട്ട് പിടിക്കുക എന്ന പ്രയോഗത്തിന് കാലപ്പഴക്കമേറെ ഉണ്ടെങ്കിലും കിഴക്കമ്പലത്തെ അത്ഭുത ശിശുവിന്റെ പ്രധാന പണിയാണിത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവിടെയുള്ള മനുഷ്യരെ പണവും സാധനങ്ങളും കൊടുത്ത് വശീകരിക്കുക, അത് വോട്ടാക്കി മാറ്റുക, പ്രഥമ ദൃഷ്ടിയാൽ ഭീഷണിയാണെന്ന് തോന്നാത്ത വിധം ഭീഷണിപ്പെടുത്തുക. ഇതാണ് സംഭവം. കാശ് കുറച്ചധികം ഇറങ്ങിയാലെന്താ, പഞ്ചായത്ത് 4 കയ്യിലിരിക്കുവല്ലേ. 4 പഞ്ചായത്തുകളുടെ നിയന്ത്രണം ഒരു കമ്പനി ഏറ്റെടുക്കുന്നു. ആ പഞ്ചായത്തിൽ ഒരു ഈച്ച പറക്കണമെങ്കിൽ അത് ഈ കമ്പനി മുതലാളി വിചാരിക്കണം അത്രേ. പിന്നെയും എന്തിനാണ് ഈ ആളുകൾ മൊത്തം ഈ അത്ഭുത ജീവിക്ക് വോട്ട് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന നിഷ്കുട്ടിയുമുണ്ട്. അവരെയും കുറ്റം പറയാനാവില്ല. ആർക്കായാലും സംശയം തോന്നും. നിസ്സാര വിലയ്ക്ക് അവശ്യ സാധനങ്ങൾ കൊടുക്കുക, പണം വാരിക്കോരി എറിയുക, പഞ്ചായത്ത് അംഗങ്ങൾക്ക് 15,000-ഉം 25,000 രൂപയോളം ശമ്പളം കൊടുക്കുക, വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് നാടിനെ മൂടുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ആരായാലും കുത്തിപ്പോകും. അതാണ് സത്യം. മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് 2020 സാധിക്കുമെങ്കിൽ ആ കമ്പനിയുടെ അടിമകളാവാൻ ഞങ്ങൾ തയ്യാറെന്ന് കച്ചകെട്ടിയ ഒരു ജനതയുള്ളപ്പോൾ ഇമാതിരി തോന്നിവാസങ്ങൾ കിറുകൃത്യമായി നടക്കും. ജനാധിപത്യത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത അടിമത്വമാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ ഒരു അനുഭാവിക്കുമേൽ അടിച്ചേൽപ്പിക്കാത്ത നിയന്ത്രണങ്ങളാണ് കമ്പനി അധികാരി ചുമത്തുന്നത്. മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിക്ക് പോകരുത്, എന്നാൽ തങ്ങൾ വിളിക്കുന്ന പരിപാടികളിൽ നിർബന്ധമായും ഉണ്ടാകണം. ഇതര രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളുമായി ചങ്ങാത്തം പോലും പാടില്ല. അവരുടെ വിവാഹങ്ങളിൽ പോലും പങ്കെടുത്തുകൂടാ, അവരെ ക്ഷണിച്ചുകൂടാ. അങ്ങനെ ഓരോ പ്രത്യേക കീഴ്വഴക്കങ്ങളാണ് അവിടെ. എവിടെ എന്തു പറയണം, എന്തു നടത്തണം എന്നൊക്കെ മുതലാളി പറയും. പഞ്ചായത്ത് റോഡുകൾ മുതലാളി വാങ്ങിക്കൂട്ടിയ സ്ഥലത്തിനരികെ കൂടെ മുതലാളി നിശ്ചയിക്കുന്ന വീതിയിൽ പണിയണം. മുതലാളിയാണെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ കലിപ്പും പുച്ഛവുമാണ്. ജനാധിപത്യ വ്യവസ്ഥിതിയും രാഷ്ട്രീയ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തി ഇത്തരത്തിലൊരു സംവിധാനം ഉയർന്നു വരുന്നതിന് പിന്നിൽ വേറെയുമുണ്ട് കാര്യങ്ങൾ, വേറെയുമുണ്ട് ലക്ഷ്യങ്ങൾ. ജനങ്ങളെ ഒന്നടങ്കം സേവിച്ചു കളയാമെന്ന വ്യാമോഹമല്ല അത്. വരും ദിവസങ്ങളിൽ കിഴക്കമ്പലത്തെ ഈ അത്ഭുത ശിശുവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും. എന്തായാലും 2020 അങ്ങനെ വിട്ടുകളയാനുള്ള പ്ലാൻ T21 ഇല്ല.